നരഭോജി കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കേരള എസ്റ്റേറ്റിന് സമീപമാണ് പ്രതിഷേധം. തിരച്ചിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാത്തതിനാലാണ് രോഷം. അതിനിടെ പ്രതിഷേധത്തിനെത്തിയ UDF സംഘത്തിന് നേരെയും ജനരോഷമുണ്ടായി. രാഷ്ട്രീയം കളിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രദേശവാസികളുടെ പ്രതിഷേധം. വനം വകുപ്പ് ജീപ്പ് നാട്ടുകാർ തടഞ്ഞു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ദിവസങ്ങളായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്താൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ പിടികൂടാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ വനം വകുപ്പിന്റെ ഒരു ജീപ്പ് തടഞ്ഞിടുകയും സ്ഥലത്ത് വലിയ രീതിയിൽ തടിച്ചുകൂടുകയും പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിനിടെ നേരിയ രീതിയിൽ ഒരു സംഘർഷവും ഉണ്ടായി. UDF സംഘം അവിടെ എത്തിയപ്പോൾ തങ്ങളോട് രാഷ്ട്രീയം കളിക്കേണ്ട ഈ അവസരത്തിൽ എന്നുള്ള ആക്രോശവുമായ നാട്ടുകാർ അവരെ അവിടുന്ന് തുരത്തുന്നതും കാണാൻ കഴിയുകയുണ്ടായി. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? രോഹിണി, ഇപ്പോഴും നിലവിൽ ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പക്ഷേ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നാട്ടുകാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇവിടെ ഇല്ല. നേരത്തെ നാട്ടുകാരാണ് ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും ഈ ആളെക്കൊല്ലി കടുവയെ പിടികൂടാൻ കഴിയാത്തതിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം മറ്റൊരു ഭാഗത്ത് UDFും പ്രതിഷേധവുമായി രംഗത്തെത്തി. പക്ഷേ നാട്ടുകാർ UDF പ്രതിനിധികളെ തടഞ്ഞു വെക്കുകയായിരുന്നു. ഇവിടെ രാഷ്ട്രീയം വേണ്ട, കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനെയും ബാധിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞ് നാട്ടുകാരിലെ ഒരു വിഭാഗം ഇവിടെ തമ്പടിച്ച് ഈ UDF പ്രവർത്തകരെ തടഞ്ഞു വെക്കുകയും ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് അത് പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് മറ്റു പോലീസും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ വന്ന് ഇത് തടയുകയാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ മാഞ്ഞു പോയെങ്കിലും ഇപ്പോഴും നാട്ടുകാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. 7ാം ദിനം പിന്നിട്ടിട്ടും ഇപ്പോഴും ഈ കടുവയെ പിടികൂടാത്തതിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം നമുക്കറിയാം, നരഭോജി കടുവ ഒരു മനുഷ്യനെ കടിച്ചു കൊണ്ടുപോയി കൊന്ന് അതിനുശേഷം ഇപ്പോൾ ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ് ഇവിടെ കഴിയുന്നത്. പ്രത്യേകിച്ച് പല ഇടങ്ങളിൽ വനവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ അടക്കം ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ, ദൗത്യ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നരഭോജി കടുവയെ കണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പലർക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കരുവാരക്കുണ്ട്, കാളികാവ്, കേരള എസ്റ്റേറ്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ എല്ലാം തന്നെ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജനങ്ങൾ വലിയൊരു ഭീതിയോടൊപ്പം തന്നെ അവർക്ക് ദൈനംദിന ജീവിതം കൂടി പ്രയാസത്തിലായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. രോഹിണി.